ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള റാഗി വെച്ചിട്ടുള്ള 2 വിഭവങ്ങളാണ് കേട്ടോ. ഒരു സ്നാക്സും അതേപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിത് മുഴുവൻ റാഗി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. ഇനി നമുക്ക് ഈ റവയ്ക്ക് പകരം വേണമെങ്കിൽ 1.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര, അതായത് നമ്മുടെ ഒരച്ച് ശർക്കരയൊന്ന് അലിയിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ എടുക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ അരച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഴമോ മധുരത്തിന് വേണ്ടി ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഇതുപോലെ റാഗി വെച്ചിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. അതുപോലെ കാൽസ്യവും ഫൈബറും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വൈറ്റമിൻ എയും ഫോസ്ഫറസും സിങ്കും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എല്ലിനും പല്ലിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മളിത് കുറുക്കായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ റാഗിക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഒരേപോലെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ റാഗി പൗഡറും റവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഇപ്പോൾ കണ്ടില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. 10-15 മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചേർക്കുന്നില്ല. ഇതേ രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് എല്ലാ സൈഡിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ആവിയിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മാവ് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു പാത്രം വല്ലതും ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരെ തന്നെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോഴേ ചരിഞ്ഞു പോകും. അപ്പോൾ മാവെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ആയി പോകും കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഫോർക്കോ വല്ലതും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാവുന്നതാണ് ഇത് വെന്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ നെയ്യൊക്കെ പുരട്ടി കൊടുത്തുകൊണ്ട് തന്നെ സൈഡൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും അതേപോലെ തന്നെ നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാനും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം റാഗി വെച്ചിട്ടുള്ള ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു റെസിപ്പിയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം.
ഇനി നമ്മൾ റാഗി വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് റാഗി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുഴുവൻ റാഗി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മൾ റാഗി വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ വെള്ളം തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് തന്നെ ഇതൊന്ന് കഴുകിയെടുക്കുക. നമ്മുടെ റാഗിയിൽ ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് അനീമിയൊക്കെ ഉള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കൂട്ടുന്നതിനായിട്ട് വളരെ നല്ല ഒരു കാര്യമാണ് നമ്മുടെ ഈ റാഗി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് വെക്കാം. ഞാനത് രാവിലെയാണ് ഇത് കഴുകിയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ രാവിലെ ഇത് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുകയാണ്, വൈകിട്ട് ഇത് അരച്ച് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ റാഗിയും ഉഴുന്നും ഒക്കെ പ്രത്യേകം അങ്ങനെ കുതിർത്തെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് ഒന്നിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം ഞാനൊരു ചെറിയ ബൗളിലേക്കൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ദോശമാവിനൊക്കെ അരയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ ഈ കുതിർത്ത് വെച്ച ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വേറെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതേ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ അതാണ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഇത് ഒരുപാട് അങ്ങ് ഇളക്കി ചേർക്കരുത് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ദോശയായാലും അതുപോലെ തന്നെ ഇഡ്ഡലി ആയാലും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ പാനിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടല്ലേ നല്ല രീതിയിൽ തന്നെ ബബിൾസൊക്കെ വരുന്ന നമ്മുടെ സാധാരണ ദോശയുടെ കൂട്ട് തന്നെ നല്ല ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്നും അരിയും ഉഴുന്നും ഒക്കെ വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുമ്പോഴേ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതാണ്ട് ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് എണ്ണ ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ എത്ര സൂപ്പറായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ സൈഡൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. മറു സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. നല്ല ബബിൾസൊക്കെ വീണ് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ദോശയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദോശയും കൂടി ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മളിത് കനം കുറച്ച് നല്ല പേപ്പർ ദോശയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈഡൊന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ ചട്നിയുടെ കൂടെ അതേപോലെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.